തിരുവനന്തപുരം വട്ടവിള പുത്തൻകോട്ട പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി വെള്ളമില്ലാത്ത, കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രദേശമാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഇവിടെ വെള്ളം പലപ്പോഴും ഇല്ലാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് കാലം കൂടി ആയപ്പോൾ ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ കടന്നു പോകുന്നത്. ആറ്റുകാൽ വാർഡ് കൗൺസിലർ അടക്കമുള്ളവരാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. റോഡ് ഉപരോധം അടക്കം സംഘടിപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ഒരാഴ്ചയായി വലിയ ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികളുടെ അടക്കം ജീവിതം. പലയിടത്തും കോർപ്പറേഷൻ വെള്ളം എത്തിക്കുന്നുണ്ട്, ടാങ്കറിലാണ് എത്തിക്കുക. പക്ഷേ ഈ പ്രദേശങ്ങളിലടക്കം പലയിടത്തേക്കും വാഹനങ്ങൾ കയറാത്ത പ്രദേശങ്ങളുണ്ട്. അവിടേക്കൊക്കെ വെള്ളം എത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഘട്ടം കൂടിയാണ്. എന്തായാലും ആറ്റുകാൽ വാർഡ് കൗൺസിലർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരാഴ്ചയായി വെള്ളം എത്തിയിട്ടല്ലേ? ഒരാഴ്ചയായി ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നതിന് ഒരു പരിധിയില്ലേ? കോർപ്പറേഷൻ ടാങ്കറിൽ വെള്ളം എത്തിക്കുമ്പോൾ ഇങ്ങ് അറ്റം വരെ വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല. ഈ അപ്പൂപ്പനെ കണ്ണു കണ്ടുകൂടാ, താഴെ പോയാണ് വെള്ളം എടുക്കുന്നത്. എത്ര ദിവസമായിട്ട് ഞാൻ ഈക്ക് മൂന്നാമത്തെ കത്താണ് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് കൊടുക്കുന്നത്. ഇതുവരെ ഇവിടെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്ന് വരാം നാളെ വരാം, ഇന്ന് വരാം നാളെ വരാം പറയണല്ലാതെ വന്നിട്ടില്ല. ഇന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ റോഡ് ഉപരോധിക്കണം. എന്തിന് കേസായാലും ഒന്നെങ്കിൽ അവരിവിടെ വന്ന് എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്ന് പറയണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ വെള്ളം തരണം. ഇലക്ഷൻ്റെ അന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് വെള്ളം തന്നു. കോർപ്പറേഷൻ ഇവിടെ വെള്ളം എത്തിക്കുന്നുണ്ടല്ലോ അല്ലേ? വെള്ളം എത്തിക്കുന്നുണ്ട്. മെനിങ്ങാന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. 12 മണിക്ക് രാത്രി വെള്ളം എത്തിക്കുന്നുണ്ട്. പൊങ്കാലയുടെ അന്ന് അവിടെയും ഇവിടെയും ഞങ്ങൾ 2 ടാങ്കറുകൾ എത്തിച്ച് ഒരു 3-4 മണിക്കൂർ ഇടവിട്ട് വെള്ളം തീരുന്നതിനനുസരിച്ച് വെള്ളം തിരിച്ച് റീകവറിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം കിട്ടും. ഇടയ്ക്കുള്ള വീടുകളിലേക്കൊക്കെ എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, വാഹനങ്ങൾ കയറില്ലല്ലോ. ഇല്ല, ഇവിടം വരെ വെള്ളം വരുള്ളൂ. അത് 5000-ന്റെ ടാങ്കറേ വരുള്ളൂ. 10000-ന്റെ വലിയ ടാങ്കർ നമുക്കിവിടെ വരില്ല. അപ്പോൾ ആ ടാങ്കർ കൊണ്ടുവന്ന് എത്രയെന്നും പറഞ്ഞ ആൾക്കാർ കുടത്തി വെള്ളം എടുക്കുന്ന മലമൂത്രം വിസർജനം ചെയ്യണോ? അതിന് വെള്ളം വേണോ? കുളിക്കാൻ പോലും വെള്ളമില്ല. ഞാൻ വയ്യാതെ അവിടെ പോയാണ് കോരുന്നത്. കണ്ണും കണ്ടൂടെ കാലും വയ്യ. കരയുവാണോ മാമ ഞങ്ങളെടുത്ത്? ഒരു കാര്യം കൂടെ, ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാറില്ല. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെയോ ഡെപ്യൂട്ടി മേയറെയോ ഒക്കെ വിളിച്ചാണ് പുള്ളി ഫോൺ എടുത്ത് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് പുള്ളിയായിട്ട് ഞാൻ നിരന്തരം വഴക്കിന് ശേഷമാണ് പുള്ളി ഫോൺ എടുക്കണം. ഫോൺ എടുത്തിട്ട് പുള്ളിക്ക് പറയാനൊരു റീസൺ ഇല്ല. എന്തുകൊണ്ട് വെള്ളം വേനലായതുകൊണ്ട് വെള്ളം കിട്ടിയില്ല എന്ന് പുള്ളി എന്നോട് പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞാണ് ഇവിടെ 3/4 സെൻറ്റ് താമസിക്കുന്ന ഷീറ്റിട്ട വീട്ടുകാരാണ്. ഇവിടെ എങ്ങനെ ഞാൻ ടാങ്കർ വെച്ച് വെള്ളം പിടിച്ചു വെക്കും? നിങ്ങൾ പറഞ്ഞു തരണം. വണ്ടി പോലും കയറില്ല ഈ മുറിക്കിൽ. ഇവിടെ വന്ന് വേണം കോരാൻ, അതല്ലെങ്കിൽ അങ്ങ് താഴെ പോകണം വെള്ളത്തിന്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ കടന്നു പോകുന്നത്. കാരണം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി വെള്ളമില്ലാത്ത അവസ്ഥ. അതുമാത്രമല്ല, തിരഞ്ഞെടുപ്പ് കാലം കൂടി ആയതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. ജനപ്രതിനിധികളെ വിളിക്കുമ്പോൾ അവർ നിസ്സഹായരാണ്. AE വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അടക്കമുള്ള ആരോപണങ്ങൾ കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മലമൂത്ര വിസർജനത്തിന് പോകാൻ പോലുമുള്ള വെള്ളം ഇല്ല എന്നുള്ളതാണ്. കുടിവെള്ളവും ലഭിക്കുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു. തിരുവനന്തപുരത്തെ ഒരിടത്തെ മാത്രം പ്രതിസന്ധിയിലത് പലയിടത്തും സമാന പ്രതിസന്ധികൾ നമ്മൾ കണ്ടതാണ്. കഴക്കൂട്ടത്തടക്കമുള്ള പ്രദേശങ്ങളുണ്ട്. എന്തായാലും കോർപ്പറേഷൻ പലയിടങ്ങളിലും ടാങ്കറിൽ വെള്ളം എത്തിച്ച് നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ പ്രധാന റോഡുകളിൽ മാത്രം വരെ വാഹനം എത്താറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇട റോഡുകളിലൂടെ ഈ ടാങ്കർ ലോറികൾ കയറി ചെല്ലാറില്ല. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട്, പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഈ പ്രദേശവാസികളടക്കം നേരിടുന്നുണ്ടെന്നുള്ളതാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതുവരെ റോഡ് ഉപരോധവുമായി മുൻപോട്ട് പോകും എന്നുള്ളതാണ് പൗരാവലി അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.